ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ലാസ്റ്റ് എക്സാം ആണ് അല്ലേ. ഉദ്ഗതനം അവസാന പരീക്ഷയാണ് വരുന്നത്, അതായത് ദിവസം 3 അല്ലേ, ഡേ 3 ആണ് എക്സാം വരുന്നത്. അപ്പം ഇന്നത്തെ എക്സാം കൂട്ടുകാർക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഉദ്ഗതനം 2ാം ദിവസം എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടെന്ന് ടീച്ചർക്ക് അറിയാം. കാര്യം ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇന്നത്തെ എക്സാം ഈസി ആയിരുന്ന കൂട്ടുകാര് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു വരാം അല്ലേ. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉദ്ഗ്രഥനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഉദ്ഗ്രഥനം 1ാം ദിവസവും 2ാം ദിവസവും ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നാളത്തെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ പറയാം കേട്ടോ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഒരു കളിപ്പാട്ട കടയിലെ കുറച്ച് കളിപ്പാട്ടങ്ങളുടെയൊക്കെ വിലയാണ് ടീച്ചറോട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വാഹനങ്ങളാണ്. തീവണ്ടിക്ക് എത്ര രൂപയാണ്? 55 രൂപ. അടുത്തത് കാറ് കേട്ടോ, കാറ് 30 രൂപ, ലോറി 41 രൂപ, വിമാനം 80 രൂപ, ഓട്ടോറിക്ഷ 30 രൂപ. അപ്പൊ ഇതുപോലെ മക്കൾക്ക് എന്ത് തരും, കുറച്ച് സാധനങ്ങളുടെയൊക്കെ വിലകൾ തന്നുകൊണ്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കളടുത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വില ഏതിനാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വില ഏതാണ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ മക്കൾ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ളതിൽ ഏത് സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്? തീവണ്ടിക്കാണോ, കാറിനാണോ, ലോറിക്കാണോ, വിമാനത്തിനാണോ, ഓട്ടോറിക്ഷയ്ക്കാണോ? ഏതിനാണ്? വിമാനത്തിനാണ് അല്ലേ. വിമാനത്തിന് എത്ര രൂപയുണ്ട്? 80 രൂപ അല്ലെ. അപ്പൊ മക്കൾ എന്ത് എഴുതണം? ഏത് സാധനത്തിനാണ് എന്ന് ചോദിച്ചാലും മക്കൾ എന്ത് ചെയ്യുക, സാധനത്തിന്റെ പേര് എഴുതണം കേട്ടോ. ഇവിടെ എന്താണ്? വിമാനാണ്. ഇനി ഏതാണ് ഏറ്റവും വലിയ വില എന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? 80 എന്നുള്ള കാര്യം എഴുതണം കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, മക്കളെ ആൻസർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ്, ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏതിനാണ്? ഏറ്റവും കുറഞ്ഞ വിലയുള്ളത് ഏതിനാണ് മക്കളെ ഏറ്റവും കുറവുള്ളത്? ഇവിടെ നോക്കിക്കേ, സോറി കേട്ടോ, ഓട്ടോറിക്ഷയുടെ വില ഒന്ന് ടീച്ചർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാറിനും ഓട്ടോറിക്ഷയ്ക്ക് രണ്ടിനും ഒരേ റേറ്റ് ആയി പോയി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോറിക്ഷയുടെ വില 50 എന്നാക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഏറ്റവും കുറവ് വിലയുള്ളത് ഏതിനാണ്? ഇവിടെ നോക്കിക്കേ, 55 ഉണ്ട്, 30 ഉണ്ട്, 41 ഉണ്ട്, 80 ഉണ്ട്, 50 ഉണ്ട്. ഏതാണ് മക്കളെ? കാറിനാണ് അല്ലേ. കാറിന് എത്ര രൂപയുള്ളൂ? 30 രൂപയുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ മക്കളെ, ഇനി മക്കൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പറയും. എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നിട്ടുള്ള സംഖ്യകളൊന്ന് എഴുതി നോക്കാം അല്ലേ. നമുക്കറിയാം ആദ്യം ഏതാണ്? 30 ആണ് വരിക അല്ലേ. പിന്നെ ഏത് വരും? 30 കഴിഞ്ഞാൽ 41, 41 കഴിഞ്ഞാൽ ഏത് വരും? 50 വരും. പിന്നെ ഏത് വരും? 55 വരും. അതിനുശേഷം എന്ത് വരും? 80 എന്ന് വരും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, തന്നിട്ടുള്ള ഈ വിലകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അല്ലേ. അതായത് നേരെ റിവേഴ്സ് ഓർഡറിൽ വരും. ഇത് വരും 80, 55, 50, 41, 30 എന്നുള്ള രീതിയിൽ വരും അല്ലേ. അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് കുറച്ച് വിലകളൊക്കെ തന്നുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂടുതൽ ഏതിനാണ്, കുറവ് ഏതിനാണ്, അതുപോലെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്താനൊക്കെ പറയും കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ചോദിക്കാം. ഇവിടെ നോക്കിക്കേ മക്കളെ, ഒരു കാറും അതുപോലെ തന്നെ ഒരു ലോറിയും കൂടി മേടിക്കുകയാണെങ്കിൽ ആകെ എത്ര രൂപയാകും? ഒരു കാറും അതുപോലെ തന്നെ ഒരു ലോറിയും കൂടി മേടിച്ചാൽ കേട്ടോ, കാറ് ലോറി നമുക്കറിയാം അല്ലെ. കാറിന് എത്ര രൂപയാണ്? 30 രൂപയാണ്. ലോറിക്ക് എത്ര രൂപയാണ്? 41 രൂപയാണ്. അപ്പൊ രണ്ടും കൂടി മേടിച്ചാൽ ആകെ എത്രയെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. രണ്ടും കൂടി നമ്മൾ കൂട്ടണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 71 എന്ന് കിട്ടും അല്ലെ. എത്ര രൂപയായിരിക്കും? 71 രൂപയായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം മക്കൾക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ.
ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കഥ എഴുതാനാണ് കേട്ടോ. കഥ പൂർത്തീകരിച്ച് എഴുതാനായിട്ട് അവിടെ ചിലപ്പോൾ മക്കൾക്ക് എന്ത് തരാം, ഒരു ചിത്രം തരാം. ചിത്രം തന്നിട്ട് ചിത്രം നോക്കിയിട്ട് മക്കളടുത്ത് കഥ എഴുതാനായിട്ട് പറയും. അപ്പൊ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥ എഴുതാൻ എന്ന് പറയുമ്പോൾ എഴുതാൻ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാർക്ക് കിട്ടാനായിട്ടുള്ള ഒരു ട്രിക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, കഥ എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ മിക്കപ്പോഴും നമുക്ക് എന്തും പറയും, കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു തലക്കെട്ട് കൂടി നൽകാനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ടാണ് കഥ എഴുതാൻ ആയിട്ട് പറയാന്ന് ടീച്ചർ പറഞ്ഞല്ലോ. അപ്പൊ ആ ചിത്രം നോക്കിയിട്ട് കഥയ്ക്ക് എന്ത് പേര് കൊടുക്കാനാണോ മക്കൾക്ക് തോന്നുന്നത്, ആ തലക്കെട്ട് മക്കൾ നിർബന്ധമായിട്ടും എന്ത് എഴുതി വെക്കുക, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക കേട്ടോ. എങ്കിൽ കൂട്ടുകാർക്ക് എന്ത് കിട്ടും, 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 1 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു തലക്കെട്ട് എഴുതുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. പിന്നീട് മക്കൾ എന്ത് ചെയ്യുക, ചിത്രം കണ്ടിട്ട് മക്കൾക്ക് എന്താണോ തോന്നുന്നത്, എന്ത് സംഭവിക്കും എന്നൊക്കെയാ തോന്നുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു കുറച്ച് സെന്റൻസ് അവിടെ വാക്യങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആദ്യം ചിത്രം നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചിത്രം കണ്ടിട്ട് ഏത് കഥയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആ കാര്യം ഒന്ന് ആദ്യം ഓർത്ത് വെക്കുക. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒരു സ്റ്റോറി എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കടങ്കഥയാണ്. നമ്മുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കടങ്കഥകളൊക്കെ പഠിച്ചിട്ടില്ലേ. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മക്കൾക്ക് അറിയാം, ഒരുപാട് പച്ചക്കറികളെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ എക്സാമിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്തു അല്ലേ, കായകൾ ഏതാണ് ഇലകൾ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യാം, ചിലപ്പോൾ കടങ്കഥകളും അവയുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാം കേട്ടോ. അതായത് പച്ചക്കറികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കടങ്കഥകൾക്ക് മക്കൾ എന്ത് ചെയ്യുക, കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാം, ഒരു കടങ്കഥ ചോദിക്കാം, അതിന് ഉത്തരം അറിയുന്ന മക്കൾ എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. നോക്കിക്കേടാ, മണ്ണിനുള്ളിൽ പൊന്നമ്മ, ഏതാണ് ആൻസർ വരുന്നത്, ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ, ഒരു പച്ചക്കറിയാണ്. മണ്ണിനുള്ളിൽ പൊന്നമ്മ. അപ്പൊ ആൻസർ അറിയുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പൊ അത്തരത്തില് എന്ത് ചെയ്യാം, നിങ്ങൾ പാഠപുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള കടങ്കഥകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 3 ദിവസങ്ങളിലായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമാണ് വാഹനങ്ങളെ കുറിച്ചിട്ട് അല്ലേ. അത് ഇതുവരെ നമുക്ക് 1-ാം ദിവസം 2-ാം ദിവസം ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് നാളെ കൂടി ഇന്റഗ്രേഷൻ എക്സാം ഉള്ളൂ. അപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് മക്കൾ നോക്കിക്കോ, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം വരാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, നോക്കിയിട്ട് പോവാട്ടോ. ഈ വാഹനങ്ങളെ കുറിച്ചിട്ട് എന്താ വരിക എന്ന് വെച്ചാല്, കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെ, അതുപോലെ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെ, അതുപോലെ തന്നെ ആകാശത്തിലൂടെ പറന്നു പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെ എന്നുള്ള രീതിയിൽ തരംതിരിക്കാനായിരിക്കും വരിക. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളായിട്ട് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ, കരയിലൂടെ പോകുന്നത് ഏതൊക്കെയാണെന്നുള്ളത് പറയേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഇന്ന് നമുക്ക് നാളെ ഈ ഒരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കരയിലൂടെ പോകുന്നത് എന്തൊക്കെയാ, സൈക്കിൾ കരയിലൂടെ പോകുന്നതാണ്. പിന്നെ ബസ്, കാറ്, ലോറി ഒക്കെ എന്താണ്, കരയിലൂടെ പോകുന്നതാണ് അല്ലേ. ആകാശത്തിലൂടെ പോകുന്നത് എന്തൊക്കെയാണ്, ഹെലികോപ്റ്റർ, വിമാനം, അതുപോലെ തന്നെ റോക്കറ്റ് ഒക്കെ എന്താണ്, ആകാശത്തിലൂടെ പോകുന്നതാണ് അല്ലേ. അതുപോലെ വെള്ളത്തിലൂടെ പോകുന്നവയും ഉണ്ട്. ഏതൊക്കെയാണ്, തോണി, ബോട്ട്, കപ്പലൊക്കെ എന്താണ് മക്കളെ, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണ് അല്ലേ. അപ്പൊ അതുകൂടി എന്ത് ചെയ്യാം, മക്കള് ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നാളത്തെ എക്സാമിന് മക്കള് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി ടീച്ചർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ ചാനലിലേക്ക് വീഡിയോ ആയിട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പൊ മക്കള് ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിർബന്ധമായിട്ടും കാണാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.